ഹായ് ഫ്രണ്ട്സ്, മിയാനി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മത്തങ്ങ കൊണ്ട് ഒരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതൊരു 250 ഗ്രാം മത്തങ്ങയുണ്ട്, ഒരു 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ക്യൂബ്സാണ്. ഇത് നമുക്ക് ഉരുക്കിയിട്ട് അരിച്ചു കൊണ്ടുവരണം. പിന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി കുറച്ച് തരിതരിയായിട്ടുള്ളത് വേണം, തീരെ പൊടിയായിട്ടുള്ള അരിപ്പൊടി എടുക്കരുത്, കുറച്ച് തരിയുള്ള അരിപ്പൊടി എടുക്കണം. അപ്പം ഇതുകൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കാം. ഇനി പാല് വേണം, ഒരു 3/4 ലിറ്ററോളം പാലെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കി കൊണ്ടുവരാം. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഈ മത്തങ്ങയൊക്കെ തോല് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി കൊണ്ടുവരാം. മത്തങ്ങ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി, അതിലേക്ക് നമുക്ക് ഈ മത്തങ്ങ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമ്മുടെ ശർക്കര ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് അരിച്ചെടുക്കണം. ഈ മത്തങ്ങയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മുടെ മത്തങ്ങ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അപ്പോൾ മത്തങ്ങ കുറച്ച് വെന്ത് കിട്ടും. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു കുറച്ച് കുക്കായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മത്തങ്ങയൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ തേങ്ങാക്കൊത്തും കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് പായസത്തിലിടാനായിട്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് അരക്കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഒരു 3/4 ലിറ്റർ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/4 ലിറ്ററോളം പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കുറുക്കിയിട്ട്. ആവശ്യം വരുവാണെങ്കിൽ കുറേശ്ശെ കൂടെ പാല് ഒഴിച്ചു കൊടുക്കണം. ഞാൻ തിളപ്പിച്ച പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് നമുക്കൊന്ന് കുറുക്കി കൊണ്ടുവരാം. ഞാൻ ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു. നമ്മുടെ അരിപ്പൊടിയൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബാക്കി പാലും കൂടെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. മത്തങ്ങ ചേർത്തപ്പം പായസത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ഉരുക്കി അരിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് പാലും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടി വരും. പായസം ഇരിക്കും തോറും കുറുകി വരുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇളക്കി മിക്സ് ചെയ്യാം. ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ 3/4 ലിറ്റർ പാല് ഫുള്ള് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ല, നമുക്ക് പാല് ഇത്ര മതി. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം.
നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ പായസമൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 250 ഗ്രാം മത്തങ്ങയും ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൊണ്ട് തയ്യാറാക്കിയതാണ്. ഇത്രയും പായസം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ, ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.